അസ്സലാമലൈക്കും ഹബീബിങ്ങളെ നമ്മുടെ ബാഗ് കൊടുത്തങ്ങോട്ട് പോകണങ്ങൾ നമുക്കല്ലേ ഇത് എങ്ങോട്ടാണ് നമുക്ക് അറിയാം കത്തിന് ഓട്ടോറിക്ഷ കിട്ടി ഓട്ടോറിക്ഷയിൽ നമ്മൾ എങ്ങോട്ടാ പോണേരോ നമ്മൾ കരിവാങ്ങലി പോവാം കരിവാങ്ങലി നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് കയറി പിന്നെ കൊണ്ടോട്ടി ഇങ്ങനെ പോകും കൊണ്ടോട്ടിയിൽ കുറച്ച് വെയിറ്റ് ആണെന്നാണ് നമ്മൾ പിന്നെ ബസ് കിട്ടിയത് KSRTC നമ്മൾ മണ്ണാർക്കാട് ഇറങ്ങി അവന് പരക്കം പറഞ്ഞു സ്കെച്ചും പറഞ്ഞാണ്ട് അല്ലെ ബസ് പോകുന്നു പറഞ്ഞു അപ്പോൾ KSRTC ബസ് കാത്തുനിന്ന് കിട്ടി എന്നിട്ട് നമ്മുടെ അട്ടപ്പാടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അട്ടപ്പാടി എത്താനായിട്ടോ അവിടെ അട്ടപ്പാടി എത്തിയപ്പോൾ എന്താ തണുപ്പ് കണ്ടോ റിസോർട്ടൊക്കെ വലിയ റിസോർട്ടാണ് ചുറേജിന് അമ്മാരി റിസോർട്ടാണിത് 2 റൂമൊക്കെ ശ്രദ്ധിച്ചു നോക്കി 2 റൂമ് പിന്നെ അവിടെ കളിക്കാനുള്ള ഊഞ്ഞാല് അവിടെ ഇരിക്കാനുള്ള നല്ല നല്ല സ്ഥലമായിട്ട് ഈ റിസോർട്ട് ഇപ്പത്തെ 2 ഷെഫാനിങ്ങളുണ്ട് കേട്ടോ ആര് ജോർജ് അത് തിന്നാണ്ട് നമ്മള് പോയി ഇറങ്ങി ഒന്ന് നോക്കിയാ നമ്മള് നേരെ പോയി ഇറങ്ങി രാവിലെ നീച്ച് അല്ലേ അപ്പൊ അതിന്റെ വ്യൂപ്പൊക്കെ നോക്കി എൻ്റെ അമ്മോ അങ്ങനെ ഒരു മയിലിന്ന് നോക്കേണ്ടതാ നമ്മളെ റൂം കണ്ടെങ്കിൽ എന്താ രസം നമ്മളെ അടിയത്തെ റൂമാണിത് ഒരു ചെറിയ റൂമാണിത് ഇപ്പം നമുക്ക് നോക്കിയാൽ എന്താ വൈബ് അല്ലെ വൈബ് കാരണം ഇവിടുത്തെ റിസോർട്ടിൻ്റെ മേനെ നോക്കിയാൽ എന്താ വൈബ് ആ മഞ്ഞിങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പൂജ മക്കളെ മാണേ വന്നോളി സെറ്റാണ് പവറാണ് നമ്മൾക്ക് സെറ്റാണ് പവറാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പുഴയൊക്കെ കാലിട്ട് നോക്കിയപ്പോൾ നല്ല തണുപ്പ് കാലൊന്നും എടുക്കാൻ തോന്നില്ല കുറച്ച് നേരം എടുത്തിട്ടോ നമ്മൾ കുറേ കാലാട്ടി ഓലൊക്കെ ഇങ്ങോട്ട് നടക്കണ്ടേ ഞാനും അതിൻ്റെ ബാക്കിൽ നടക്കുന്നത് ആഫി അവന് കുറച്ച് പാട്ട് കിട്ടോ നമ്മൾ പാട്ടിട്ട് മധുഗാനിനെ അടിപൊളി രസിച്ച് നമ്മൾ കുറച്ച് കറങ്ങി എല്ലാ റൂമിൽ സെറ്റപ്പായി ഇനി അടിപൊളി വീട് ഒന്ന് നോക്കിയാ നമ്മൾ നടക്കുന്നത് എങ്ങോട്ട് അവിടെ ദൂരത്തുള്ള ഒരു പോയ അങ്ങോട്ട് ഞാനും റബി അഫി ജുറൈജ് നമ്മൾ 4 ഓടിയാണ് നടന്ന് എന്തോ ഒരു വൈബാണ് നടക്കണ വൈബ് മലകൾ താണ്ടി നടക്കുകയാണ് ആ വൈബ് നിങ്ങൾ അഴിച്ചു നോക്കി പച്ചപ്പ് നിറഞ്ഞ കാടുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ ഒരു രസം ഉണ്ടോ വൈലോരങ്ങളിലൂടെ ആനേനെ കാണും വിചാരിച്ചു നമ്മൾ കാടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നു അതാക്കണ പോയ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാ ജുറൈജ് കുറേ നടക്കാൻ പറഞ്ഞു കുറച്ചുള്ളൂ പറഞ്ഞ നടന്നു നോക്കിയപ്പോഴോ എത്ര മാറി നടക്കാൻ പഠിച്ചോൻ എത്ര നടക്കണം കാണുമ്പോഴത്തേനും അങ്ങോട്ട് ചാടാൻ പുതിയവ എന്താലേ അവിടേക്ക് പിന്നെ അങ്ങനെ മലകൾ താണ്ടി ഇങ്ങനെ നടന്നിട്ട് എത്തണ്ടേ ഇതുവരെ എത്തിയിട്ടുമില്ല റബി അഫ്യും കുറേ കുഴങ്ങിയാണ് അങ്ങനെ നമ്മൾ പോയാലോട്ട് എത്തിട്ടോ പോയതിൻ്റെ വ്യൂ നിങ്ങൾ നോക്കി എന്താ രസം ഉണ്ടോ കുറേ കുട്ടികൾ കുറേ ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ ഞാനും അതിലിറങ്ങി എൻ്റെ അമ്മ എന്താ തണുപ്പ് പിന്നെ അവന് തിരിച്ചു പോന്നു കേട്ടോ അവന് കുറച്ച് പശുക്കളുണ്ട് പശു കളത്ത് മനസ്സിലായിട്ടില്ല പിന്നെ നമ്മളെ റൂം ഒന്നുകൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ല വ്യൂ കേട്ടോ ഇവിടുത്തെ റിസോർട്ടിൻ്റെ തണുപ്പും ഉണ്ട് അതുകൊണ്ട് ഞാൻ കോട്ടിട്ടാണ് ഉണ്ടോ നിങ്ങൾക്ക് ഇന്നും കാണാൻ വേണ്ടിയാണ് ഈ റിസോർട്ട് കഴിഞ്ഞ് ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചത് ബീച്ച് വാലി എന്നാണ് അതിൻ്റെ പേര് നല്ല അടിപൊളി വ്യൂ ഉണ്ടോ നല്ല കാറ്റ് കിടക്കുന്നത് കാറ്റടിച്ചിട്ട് തണുപ്പം പിടിച്ചാൽ നിൽക്കാൻ കഴിയണ്ടേ ഇത് അത്രക്കും കാറ്റടിച്ചുണ്ടോ നോക്കി മഞ്ഞിങ്ങനെ ഇറങ്ങണി ഇതാണ് നമ്മുടെ റിസോർട്ട് കണ്ടോ ബീച്ച് വാലി എന്ന റിസോർട്ട് നല്ല കാറ്റ് കൊണ്ട് കേട്ടോ അതാണ് നമ്മുടെ കമ്പ്യൂട്ടറും എല്ലാം ഉള്ള TV ഉള്ള ഒരു ഇതാണ് ഒന്നുകൂടി ഒന്നുകൂടി സെറ്റപ്പാണ് റൂമാണ് ഉച്ചക്ക് ചോറും കഴിച്ചാൽ നമ്മളിതാ എങ്ങോട്ട് പോണേ നമ്മളെ പെരേക്കന്നെ പോണേ ഉണ്ടോ ചോറും ചിക്കൻ കറിയും എന്താല്ലേ അടിപൊളി അവിടുത്തെ കാക്കമാരെയും നമുക്ക് ഫ്രീ ആയിട്ട് തന്ന നമ്മളെ അമ്മോന് ജുറൈജിൻ്റെ അമ്മോന് മുജീബാക്കി ഓരെ കണ്ടാണ് സ്ഥലം കൈ കൊടുത്താണ് നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിലോട്ട് നമ്മൾ താവളത്തേക്ക് പോകണേ താവളത്തിൽ നിന്നാണ് നമ്മൾ ബസ് കയറിയത് കണ്ടേ പക്ഷെ നമ്മൾ ബസ് കയറിട്ടോ എങ്ങോട്ടുള്ള ബസ് നമ്മളെ മണ്ണാർക്കാട്ടുള്ള ബസ് ഭയങ്കര സ്പീഡ് കേട്ടോ മണ്ണാർക്കാട് നമ്മൾ ബസ് കയറി ഉണ്ടോ ബസ് കയറിയതാ പോണേ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ് ഇതുവരെയുള്ള വീഡിയോ എല്ലാവരും കണ്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഈ റിസോർട്ടിലേക്ക് പോകാനുള്ള പൂതിയുണ്ടെങ്കിൽ പോവുക ആയിക്കോട്ടെ അടുത്ത വീഡിയോ കാണാം ബൈ അസ്സലാമു അലൈക്കും